ഞാനിപ്പോ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ബസ് മുന്നിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ബസ് നാട്ടിൽ ക്രോസ് അടിച്ച് നിൽക്കുന്നു. ക്രോസ് അടിച്ച് നിന്നപ്പോൾ തന്നെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങിയിട്ട് ഓടുന്ന കണ്ടത്. അപ്പൊ നമ്മൾ വെച്ച് കോഴിക്കോട് പോയിട്ട് ബസ് മതിലേക്ക് ഇതിന് ഡിവൈഡറിൽ അതിന് ജാമാക്കി വെച്ചാന്ന് വിചാരിച്ച് പിന്നെയാണ് സൗണ്ട് മക്കളെ സൗണ്ട് കേൾക്കുന്നത്. കുട്ടികളുടെ സൗണ്ട് സ്ത്രീകളെ സൗണ്ട് കേൾക്കുമ്പോഴാണ് അടിയിലേക്ക് നോക്കിയപ്പോഴാണ് ബൈക്ക് ബസ്സിന് അടിപ്പെട്ടെടുക്കുന്നത്. ബസ് അമിത സ്പീഡിൽ വണ്ടി വരുന്നതിൽ ബൈക്ക് കണ്ടതിൽ ബ്രേക്ക് ഇട്ടതിലാണ് ഈ ആക്സിഡന്റ് സംഭവിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ പരിക്ക് വെച്ചത് വണ്ടി ഓടിച്ച അവരെ ഒരു സുഹൃത്തുണ്ട്, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 മക്കളുണ്ട്. മക്കൾ എന്ന് പറഞ്ഞാല് വളരെ സീരിയസ് ആണ്. വളരെ കൈയും കാലും തലയൊക്കെ പരിക്ക് പറ്റിയിട്ടാണ് നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് ഇതിൽ പാസ് ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ബൈക്ക് യാത്രക്കാർ എല്ലാവരും കൂടി കൂടിയിട്ടാണ്, ഞാനടക്കം എല്ലാവരും കൂടി കൂടിയിട്ട് ആക്സിഡന്റ് എടുത്തിട്ട് ഓട്ടോയില് ബൈക്കില് മറ്റൊക്കെ ആയിട്ട് നമ്മൾ കസ്റ്റഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പൊ ബസ്സിന്റെ അമിത സ്പീഡാണ് മെയിൻ പ്രശ്നങ്ങൾ. എന്ന് വെച്ചാൽ ബസ്സുകാരെ കീഴടക്കിയതാണ് റോഡ്. ബസ് അവർക്ക് മാത്രം അവകാശപ്പെട്ട മാതിരിയാണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. അമിത സ്പീഡ്, അശ്രദ്ധ, സമയം അതായത് സെക്കൻഡിൽ അവർ ബസ് സ്റ്റോപ്പ് കവർ ചെയ്യുന്നത്. ഞാൻ ഈ ബസ് സ്റ്റോപ്പില് അരീക്കാട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാര് ഞാൻ പരിചയ ആളെ കണ്ടിട്ടുണ്ട് അവിടെ. ഞാൻ ഈ ബസ് ആക്സിഡന്റ് ആയപ്പോൾ എന്റെ മുന്നിൽ പോയ ബസ്സിൽ അവരുണ്ട്. അപ്പൊ അരീക്കാട് കഴിഞ്ഞിട്ട് അരീക്കാട് മോഡേൺ ബസ്സാര്, കുണ്ടായിത്തോട്, കരുണ സ്റ്റോപ്പ്, ചെറുവള്ളൂര്, പറകൂടി പോണ ബസ്സാണത്. ഈ സ്റ്റോപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് എന്നെക്കാളും മുന്നിൽ ബസ് നിന്നിട്ടുണ്ടെങ്കിൽ ബസ്സിന് സ്പീഡ് എത്രത്തോളം ഉണ്ടായിരിക്കും? അപ്പൊ ബസ്സിന്റെ നിയന്ത്രണ സ്പീഡ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ആൺകുട്ടിയുണ്ട്, ഒരു 19 വയസ്സെ മോനാണ്. അവർക്ക് നല്ല ഗുരുതര പരിക്കാണ്. അവരെ പെട്ടെന്ന് തന്നെ അവര് മൊബൈൽ ഐസിയുല് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടുണ്ട്. അത് ഞാൻ ആ വണ്ടി കയറ്റി കൊടുത്തതിനു ശേഷം ഞാൻ വണ്ടി എന്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്.